ഹലോ എവരിവൺ, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. അപ്പോൾ ഏത് പരീക്ഷയായാലും, അതിപ്പോൾ ഡിഗ്രി ലെവൽ ആയാലും 10th ലെവൽ ആയാലും, നമ്മൾ പരീക്ഷ കഴിയുമ്പോൾ എല്ലാവരും തമ്മിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, കട്ട് ഓഫ് എത്രയായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ കട്ട് ഓഫ് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇതിന്റെ കാരണങ്ങൾ, എന്തൊക്കെയാണ് അവിടുത്തെ അതിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഡിഗ്രി പ്രിലിംസിന് വന്നുപോയി. അപ്പോൾ ഡിഗ്രി പ്രിലിംസിൽ ഏതൊക്കെ കോഴ്സാണ് ഉള്ളത്? യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് ജയിലർ, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ്, അങ്ങനെ ഇഷ്ടം പോലെ പോസ്റ്റുകൾ നമുക്ക് ഈ പറയുന്ന ഡിഗ്രി പ്രിലിംസിലുണ്ട്. അപ്പോൾ നമ്മളിവിടെ പ്രധാനമായിട്ടും എന്താണ്, ഡിഗ്രി പ്രിലിംസിന്റെ കട്ട് ഓഫ് എങ്ങനെയാവും എന്നുള്ള കാര്യമാണ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പും അതേപോലെ ശമ്പള സ്കെയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാം നല്ല തുടക്കത്തിൽ തന്നെ നല്ല ശമ്പള സ്കെയിലുള്ള ജോലികളായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. നോക്കാം എന്തൊക്കെയാണ് ഈ പറയുന്ന ഡിഗ്രി പ്രിലിംസിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നാമത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദ്യ പേപ്പറിന്റെ സ്വഭാവം അല്ലെങ്കിൽ ചോദ്യ പേപ്പറിന്റെ കാഠിന്യം. നമ്മുടെ ചോദ്യ പേപ്പർ എന്തുമാത്രം പാടാണ് അല്ലെങ്കിൽ എന്തുമാത്രം എളുപ്പമാണെന്നുള്ളത് എന്തിനെ ബാധിക്കും? നമ്മുടെ ഈ പറയുന്ന കട്ട് ഓഫിനെ ബാധിക്കും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ചോദ്യങ്ങൾ ലളിതമാണെങ്കിൽ സ്വാഭാവികമായും ഉദ്യോഗാർത്ഥികൾക്ക് ഉയർന്ന മാർക്ക് ലഭിക്കുകയും കട്ട് ഓഫ് ഉയരുകയും ചെയ്യും. അതായത് പരീക്ഷ ഭയങ്കര സിമ്പിൾ ആണ്. ഇപ്പൊ കഴിഞ്ഞ വർഷം നടന്ന ഡിഗ്രി പ്രിലിംസിന്റെ phase 2 അത് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചോളം, എല്ലാവർക്കും അത്യാവശ്യം പഠിച്ച ആളുകളെ സംബന്ധിച്ചോളം ഒരു 50-ന് മുകളിൽ പുഷ്പം പോലെ വാങ്ങാൻ പറ്റുന്ന ഒരു പരീക്ഷയായിരുന്നു ഈ കഴിഞ്ഞ വർഷം നടന്ന ഡിഗ്രി പ്രിലിംസിന്റെ phase 2 എന്ന് പറയുന്നത്. അപ്പോൾ എന്തായി, ആ ഒരു എക്സാമിന്റെ കട്ട് ഓഫ് സ്വാഭാവികമായിട്ടും ഉയരേണ്ടതാണ്. പക്ഷേ ആ നടന്ന ഡിഗ്രി പ്രിലിംസിന്റെ phase 1 എന്ന് പറയുന്നത് ഒരു സാധാരണ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചോളം അത് നല്ല ഒരു പാടായിട്ടുള്ള ഒരു പരീക്ഷയായിരുന്നു. അതായത് നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് phase 1 വന്നത്. സോ phase 1 അവിടെ കട്ട് ഓഫ് കൂട്ടിയപ്പോൾ അപ്പോൾ phase 1 അവിടെ കട്ട് ഓഫ് കുറച്ചപ്പോൾ നമ്മുടെ phase 2 കട്ട് ഓഫ് അവിടെ കൂട്ടുകയാണ് ചെയ്തത്. അപ്പോൾ രണ്ടിനും കൂടി ഇടക്കായിട്ടുള്ള ഒരു കട്ട് ഓഫ് ആണ് കഴിഞ്ഞ എക്സാമിന് ഉണ്ടായത്. സോ പരീക്ഷ എങ്ങനെ ഇരിക്കുമോ ആ ഒരു രീതിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കട്ട് ഓഫിന് മാറ്റം വരാനായിട്ട് പറ്റും. ഇനി രണ്ടാമത്തെ ഘടകമാണ് ഉദ്യോഗാർത്ഥികളുടെ എണ്ണം. പരീക്ഷ എഴുതുന്ന ആളുകളുടെ എണ്ണം കൂടുമ്പോൾ മത്സരം കഠിനമാകും. അതായത് പരീക്ഷ എഴുതുന്ന ആളുകളുടെ എണ്ണമാണ് രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത്. കൂടുതൽ പേരുണ്ടെങ്കിൽ എന്തായിരിക്കും, നമ്മുടെ പരീക്ഷ ടഫായിരിക്കും. അതായത് അവിടുത്തെ കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. ക്വസ്റ്റ്യൻ ടഫായിരിക്കും എന്നല്ല, കോമ്പറ്റീഷൻ ടഫായിരിക്കും. ഡിഗ്രി ലെവൽ പരീക്ഷകൾ ഏകദേശം ലക്ഷക്കണക്കിന്, ഡിഗ്രി ലെവലാണെങ്കിൽ ലക്ഷക്കണക്കിനൊക്കെ പറയാൻ പറ്റുള്ളൂ. അതേസമയം നമ്മുടെ LD ക്ലർക്കൊക്കെ ആണെങ്കിൽ അതിനേക്കാൾ ഒരു 2 ഇരട്ടിയോ 3 ഇരട്ടിയോ ഒക്കെ ആളുകൾ എഴുതുന്നതാണ്. ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പങ്കെടുക്കുന്നതിനാൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവരുടെ എണ്ണവും കൂടുതലായിരിക്കും. ഇത് കട്ട് ഓഫ് ഉയരാൻ കാരണമാകുന്നു. അതായത് പഴയ പോലെയൊന്നും അല്ല, ഇപ്പോൾ ആളുകൾ എന്താണ് നല്ല രീതിയിൽ പഠിച്ചിട്ടാണ് പരീക്ഷ എഴുതുന്നത്. സോ കട്ട് ഓഫ് ഉയരാനുള്ള ചാൻസ് ഇനിയും കൂടുതലാണ്. അതായത് നാൾക്ക് നാൾ കോമ്പറ്റീഷൻ കൂടി വരികയാണ്. അപ്ലൈ ചെയ്യുന്നവരുടെ എണ്ണവും ഡിഗ്രി ലെവൽ പോസ്റ്റുകൾ ഇനി വരാൻ പോകുന്ന എക്സാംസിനൊക്കെ അത്യാവശ്യം നല്ല വേക്കൻസീസ് ഒക്കെ ഉള്ളതുകൊണ്ട് കാര്യം എല്ലാവർക്കും അറിയാം. സോ ആപ്ലിക്കൻസിന്റെ എണ്ണം കൂടാനായിരിക്കും ചാൻസ്. ഇനി മൂന്നാമത്തെ ഒരു ഫാക്ടറിലേക്ക് വരികയാണെങ്കിൽ ഒഴിവുകളുടെ എണ്ണം. ഒഴിവുകളുടെ എണ്ണം കൂടുന്തോറും എന്ത് ചെയ്യും, കട്ട് ഓഫ് കുറയാനാണ് ചാൻസ്. പ്രിലിമിനറി പരീക്ഷ എന്നത് മെയിൻ പരീക്ഷയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്ക്രീനിങ് ടെസ്റ്റ് മാത്രമാണ്. അതായത് നമുക്ക് ഈ പറയുന്ന പ്രിലിംസ് പാസ്സായി എന്നും പറഞ്ഞ ആർക്കും ജോലിയൊന്നും കിട്ടാനായിട്ട് പോകുന്നില്ല. അത് കഴിഞ്ഞ് എന്തുണ്ടാവും, നമ്മുടെ മെയിൻസ് എക്സാം ഉണ്ടായിരിക്കും. സാധാരണയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒഴിവുകളുടെ ഏകദേശം 10 മുതൽ 20 മടങ്ങ് വരെ ആളുകളെയാണ് മെയിൻസ് പരീക്ഷയ്ക്കായി ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്താറുള്ളത്. അതായത് ഇപ്പോൾ 100 പേരുടെ വേക്കൻസി ഉള്ള ഒരു പോസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിൽ ഈ പറയുന്ന നമ്മുടെ റാങ്ക് ലിസ്റ്റ് ചിലപ്പോൾ ഒരു 500 പേരൊക്കെ കാണും. അപ്പോൾ അതിന്റെ ഒരു 10 ഇരട്ടി ഈ പറയുന്ന ആളുകളായിരിക്കും നമ്മൾ എന്തെടുക്കുക, നമ്മുടെ ഷോർട്ട് ലിസ്റ്റിലേക്ക് എടുക്കുക. അതായത് നമ്മുടെ പ്രിലിമിനറി എക്സാം പാസ്സായ ആളുകളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ അത്രയും പേരുണ്ടായിരിക്കും. അതായത് ഒഴിവുകളുടെ ഏകദേശം 10 മുതൽ 20 മടങ്ങ് വരെ എന്തുണ്ടായിരിക്കും, നമ്മുടെ ഈ പറയുന്ന ഷോർട്ട് ലിസ്റ്റ്, മെയിൻ പരീക്ഷയ്ക്കായി ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഇനി ഒഴിവുകൾ കുറവാണെങ്കിൽ കുറച്ച് പേരെ മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് വിളിക്കൂ. അതിനാൽ കട്ട് ഓഫ് ഉയരുകയും ചെയ്യും. അതായത് ഇപ്പോൾ ഒരു പോസ്റ്റ് വിളിക്കുന്നു, ആ പോസ്റ്റിന് ഇപ്പൊ ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ 10-ൽ താഴെ മാത്രമാണ് വേക്കൻസി. സോ അവിടുത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് നല്ല ഉയരത്തിലുള്ള കട്ട് ഓഫ് ആയിരിക്കും. അല്ലെങ്കിൽ 50-ന് മുകളിലോ അല്ലെങ്കിൽ 60-ന് മുകളിലോ ഉള്ള കട്ട് ഓഫ് ആയിരിക്കും. അവിടെ പരീക്ഷ പാടാണെന്നുള്ള റീസൺ കൂടി മാത്രമല്ല, അവിടെ വേക്കൻസി കുറവാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സ്വാഭാവികമായിട്ടും കട്ട് ഓഫ് കൂടുന്നതാണ്. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ
നോർമലൈസേഷൻ രീതി, അതായത് PSC വളരെ വിവാദമായിട്ടുള്ള ഒരു സംഗതിയാണ് ഈ നോർമലൈസേഷൻ എന്ന് പറയുന്നത്. ഡിഗ്രി ലെവൽ പ്രിലിംസ് പലപ്പോഴും ഒന്നിലധികം ഘട്ടങ്ങളിലായാണ് നടക്കുന്നത്. ഓരോ ഘട്ടത്തിലെയും ചോദ്യപേപ്പറിന്റെ നിലവാരം വ്യത്യസ്തമായി ഇരിക്കും. അതായത് മുമ്പ് പറഞ്ഞ പോലെ ചിലപ്പോൾ phase 1 എളുപ്പമായിരിക്കും, phase 2 പാടായിരിക്കും, അല്ലെങ്കിൽ phase 1 പാടായിരിക്കും, phase 2 എളുപ്പമായിരിക്കും. ഇത് പരിഹരിക്കാനായി PSC നോർമലൈസേഷൻ എന്ന് രൂപീകരിക്കുന്നുണ്ട്. അതായത് phase 1 എഴുതിയ ആൾക്കും phase 2 എഴുതിയ ആൾക്കും ഇനി ഒരു phase 3 ഉണ്ടെങ്കിൽ അത് എഴുതിയ ആൾക്കും എന്താണ് ഒരേപോലെ കാണാനായിട്ട് ശ്രമിക്കും PSC. അപ്പോൾ അതിന് വേണ്ടിയിട്ട് PSC ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഈ പറഞ്ഞ നോർമലൈസേഷൻ. അത് മനുഷ്യരല്ല ചെയ്യുന്നത്, കമ്പ്യൂട്ടറാണ് നോർമലൈസേഷൻ ചെയ്യുന്നത്. കഠിനമായ പേപ്പർ ലഭിച്ചവർക്ക് മാർക്ക് കൂടാനും എളുപ്പമുള്ള പേപ്പർ ലഭിച്ചവർക്ക് മാർക്ക് കുറയാനും ഇത് കാരണമാകാറുണ്ട്. ഇത് ഫൈനൽ കട്ട് ഓഫിനേക്കാൾ വലിയ രീതിയിൽ ബാധിക്കും. അതായത് നമ്മളൊരു കട്ട് ഓഫ് പ്രതീക്ഷിക്കും, അതേപോലെ തന്നെ ആ ഒരു കട്ട് ഓഫ് ആയിരിക്കും നമ്മുടെ മാർക്ക് കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഈ പറഞ്ഞ നോർമലൈസേഷൻ വരുമ്പോൾ പാടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്ത ആൾക്ക് കുറച്ച് മാർക്ക് കൂട്ടി കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം അവന് പാടായി എന്നുള്ള ഒരു കൺസിഡറേഷൻ അവിടെ കൊടുക്കുന്നു. അതേസമയം എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്ത ആൾക്ക് മാർക്ക് കുറയാൻ ചാൻസ് ഉണ്ട്. അവിടെയും PSC ഒരു നോർമലൈസേഷൻ കൊടുക്കും. അതായത് എളുപ്പം ആയി എന്നുള്ള ഒരു ഫാക്ടർ കൂടി അവിടെ PSC കൺസിഡർ ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി മറ്റൊരു ഫാക്ടറാണ് തസ്തികയുടെ സ്വഭാവം എന്ന് പറയുന്നത്. അതായത് യൂണിഫോം തസ്തികകൾക്ക്, ഉദാഹരണത്തിന് SI, എക്സൈസ്, ഈ ഒരു പരീക്ഷകൾക്കെല്ലാം എന്തുണ്ട്, ഫിസിക്കൽ ടെസ്റ്റ് കൂടിയുണ്ട്. അതായത് എഴുത്ത് പരീക്ഷയ്ക്ക് ശേഷം ഒരു ഫിസിക്കൽ ടെസ്റ്റ് കൂടിയുണ്ട്. സോ അവിടുത്തെ പ്രിലിംസ് കട്ട് ഓഫ് എന്താണ് താരതമ്യേന കുറവായിരിക്കും. ഇപ്പോൾ ഡിഗ്രി പ്രിലിംസ് എല്ലാ വർഷത്തെ എടുക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും കുറവ് കട്ട് ഓഫ് ഉണ്ടാകുന്നത് ഈ പറഞ്ഞ സബ് ഇൻസ്പെക്ടറൊക്കെ ആയിരിക്കും. കാരണം നമ്മുടെ ഷോർട്ട് ലിസ്റ്റിൽ കൂടുതൽ ആളുകൾ വേണം. കൂടുതൽ ആളുകൾ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഫിസിക്കലിന് ശേഷമുള്ള ഒരു മെയിൻ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റിലേക്ക് വരുന്നത് ഈ പറഞ്ഞ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായ ആളായിരുന്നു. അപ്പോൾ എല്ലാവരെയും സംബന്ധിച്ചോളം ഫിസിക്കൽ ടെസ്റ്റ് ഒന്നും പാസ്സാകാനായിട്ട് പറ്റില്ല. സോ ഈ പറയുന്ന ഫിസിക്കൽ ടെസ്റ്റ് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ യൂണിഫോം ടെസ്റ്റുകൾക്കെല്ലാം എന്താണ് ഈ പറയുന്ന കട്ട് ഓഫ് പൊതുവെ കുറവായിരിക്കും. പിന്നെ ഇതിനൊന്നും പറയാത്ത ഒരു ആറാമത്തെ ഒരു ഘടകം കൂടി ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ എന്താണ്, ക്വസ്റ്റ്യൻ പേപ്പർ ഡിലീഷൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഡിലീഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ശരിയാണ് എന്ന രീതിയിൽ പ്രൊവിഷണൽ ആൻസർ കീ ഒക്കെ വെച്ചിട്ട് നമ്മളൊരു ഉത്തരം ശരിയാണെന്ന രീതിയിൽ ഇരിക്കും. അതനുസരിച്ചായിരിക്കും നമ്മൾ ഫൈനൽ മാർക്ക് നമ്മൾ കൂട്ടു നോക്കുക. പക്ഷെ നമ്മുടെ കഷ്ടകാലത്തിന് ഈ പറയുന്ന ക്വസ്റ്റ്യൻ ഡിലീഷൻ കൂടി വരുമ്പോൾ ഈ പറയുന്ന സാഹചര്യത്തിൽ കട്ട് ഓഫ് ഒക്കെ മാറി മറിയാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു 1-2 വർഷത്തെ ട്രെൻഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു വില്ലനായിട്ട് മാറുന്ന ഒന്നാണ് ഈ പറയുന്നത് ക്വസ്റ്റ്യൻ ഡിലീഷൻ എന്നുള്ളത്. അപ്പോൾ ഈ 5 ഫാക്ടറും പ്ലസ് ഒരു 6ാമത്തെ ഫാക്ടറും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം ഈ പറയുന്ന കട്ട് ഓഫ് എങ്ങനെ വരും എന്നുള്ള കാര്യം ചിന്തിക്കുമ്പോൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് കട്ട് ഓഫിനെ പറ്റി പറയാനുള്ളത്. സോ നമ്മൾ ഒരിക്കലും കട്ട് ഓഫ് പ്രതീക്ഷിച്ചിരിക്കരുത്. ഇന്നത്തെ ചാൻസ് എന്നുള്ളത് ഇന്നത്തെ മാത്രം ചാൻസ് ആണ്. അപ്പോൾ നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കി പോകണം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന വർഷം എന്ന് പറയുന്നത് ഒത്തിരി അവസരങ്ങളുടെ വർഷമാണ്. നമുക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയൊരു വർഷമാണ്. അപ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കർ എല്ലാ PSC കോഴ്സുകൾക്കും, ഡിഗ്രി പ്രിലിംസ് അടക്കമുള്ള എല്ലാ PSC കോഴ്സുകൾക്കും 30% ഓഫുമായിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങളെ സംബന്ധിച്ചോളം ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ്. നിങ്ങൾ ഈ ചാൻസ് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ ഈ വരുന്ന വർഷം എന്നത് നിങ്ങളുടേതാകും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോയുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ തന്നെ നമ്മുടെ ബാച്ചിലേക്ക് വരിക. നിങ്ങളുടെ സർക്കാർ ജോലി എന്നുള്ളത് ഞങ്ങൾ ഗ്യാരണ്ടി ചെയ്യുന്നു. അപ്പോൾ വീണ്ടും കാണുന്നവരെ താങ്ക് യു.